വ്ളോഗ്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇത്. എന്ന് ഞാൻ എന്തെങ്കിലും മിക്കവാറും ചില ദിവസങ്ങളിൽ വറുത്തുകൊണ്ടായിരിക്കും ഇൻട്രോ തുടങ്ങുന്നതല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ എന്നോട് കാണിക്കുന്ന എല്ലാ സപ്പോർട്ടിനും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഇന്ന് വരെ ലൈക്ക് ചെയ്തിട്ടുള്ളവർക്കും ഷെയർ ചെയ്തിട്ടുള്ളവർക്കും കമൻറ്റ് അയച്ചുകൊണ്ടിരിക്കുന്നവർക്കും എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇത് ഞാൻ എനിക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു തോരൻ ഉണ്ടാക്കുന്നത്. ഇതായത് ചക്കപ്പൂഞ്ഞ്, ചക്കയ്ക്കകത്തിരിക്കുന്ന പൂഞ്ഞും ഉള്ളിയും ഉള്ളിയും കൂടി ചേർത്തൊരു തോരൻ. അതിന് വേണ്ടി അരച്ച് വച്ചിരിക്കുന്നത് ഇത്തിരി മസാലപ്പൊടി കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി എന്നിവ. ഇത് വേകുന്നത് വരെ ഞാൻ വെളിച്ചെണ്ണയിൽ കടുക് വറുത്തിട്ടിട്ട് വേകുന്നത് വരെ ഞാനിങ്ങനെ വറുക്കും. അങ്ങനെ എൻ്റെ ചക്കപ്പൂഞ്ഞ് തോരൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞാൻ കൂടുതലൊന്നും ഉണ്ടാക്കുന്നില്ല, കാരണം ശരീര സുഖമല്ല. ഇന്നലെ രാത്രിയും നല്ല പനിയായിരുന്നു. രാത്രിയാകുമ്പോഴാണ് എൻ്റെ പനി. രാത്രിയാകുമ്പോൾ അസുഖം കൂടും. പകൽ ഞാൻ ഒരുവിധമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എണീറ്റ്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ നമ്മുടെ മുഖത്തിൻ്റെ സ്കിന്നിന് പറ്റിയ ടിപ്പുകൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലേ. ഇപ്പോൾ എല്ലാവരും ടിപ്പുകൾ ചെയ്യുന്ന സമയമാണ്. ഇനി ഞാൻ നമ്മുടെ യാതൊരു കെമിക്കൽസും അടങ്ങാത്ത, യാതൊരു സമയവും വേണ്ടാത്ത ചില ടിപ്പുകൾ പറഞ്ഞുതരാം. നമ്മുടെ വീട്ടിൽ, എല്ലാവരുടെ വീട്ടിൽ രാവിലെ പാല് തിളപ്പിക്കുമല്ലോ. ആ പാല് തിളപ്പിച്ച് കുറച്ച് സമയം വയ്ക്കുമ്പോൾ അതിൻ്റെ മീതെ ഒരു പാട ഊറി വരുമല്ലോ. ആ പാട എടുത്ത് വളരെ മൃദുവായി നമ്മുടെ കണ്ണിന് താഴെയുള്ള കറുപ്പിലും ചുണ്ടിൻ്റെ കറുപ്പിലും മുഖത്ത് തേച്ച് പിടിപ്പിക്കുക. തേച്ച് പിടിപ്പിച്ചിട്ട് കുറച്ച് സമയം, അധികം സമയം കിടന്നാലും കുഴപ്പമൊന്നുമില്ല, പാൽപ്പാടാണല്ലോ, കഴുകിക്കളയാം നമുക്ക്. അതൊരു വളരെ നല്ലതാണ്. എനിക്ക് അതിലാണ് എൻ്റെ കണ്ണിന് താഴെ നല്ല കറുപ്പുണ്ടായിരുന്നു. 10-15 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ പറയുന്നത് സംഭവം. പക്ഷേ പാൽപ്പാടയിലാണ് എൻ്റെ കറുപ്പ് മൊത്തം പോയത്. നല്ല റിസൾട്ട് കിട്ടും. അല്ലെങ്കിൽ ഒന്നൊക്കെ പരീക്ഷിച്ച് നോക്കണേ. മുഖം നല്ല തിളങ്ങുകയും ചെയ്യും. പിന്നെ അതുകൂടാതെ നമ്മൾ ഉപയോഗിക്കുന്ന തൈര്, ഉച്ചയ്ക്ക് തൈരൊക്കെ എടുത്തിട്ട് മിച്ചം വരുമല്ലോ, അതിൽ നിന്നൊരു സ്പൂൺ എടുത്ത് മുഖത്ത് തേച്ച് പിടിപ്പിക്കുക. ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളയുക. സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയുക. അങ്ങനെ ചെയ്യാം. പിന്നെ നമ്മൾ പച്ചക്കറി അരിയുമ്പോഴുള്ള ടൊമാറ്റോയുടെ, തക്കാളിയുടെ അകത്തുള്ള ജെല്ലി, അത് മാത്രമായിട്ടും തേച്ച് 1/2 മണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളയാം. ആ ടൊമാറ്റോയുടെ അകത്തുള്ള ജെല്ലിയും തൈരും കൂടെ ചേർന്ന മിശ്രിതം, അത് ഒരു മിശ്രിതമാക്കി മുഖത്ത് തേച്ച് പിടിപ്പിച്ചിട്ട് അതൊരു 20 മിനിറ്റ് കഴിഞ്ഞ് കഴുകിക്കളയണം. ഇതിനൊന്നും നമുക്ക് സമയം ആവശ്യമില്ല, പ്രത്യേകം ചിലവുകളൊന്നുമില്ല. നല്ല റിസൾട്ടാണ് ഇതിനൊക്കെ കിട്ടാൻ പോകുന്നത്. നമ്മൾ മുഖത്ത് തേക്കുന്ന അതേ മിശ്രിതം നമ്മുടെ കഴുത്തിലും കൂടെ ഒന്ന് തേച്ചേക്കണം. അത് സ്കിന്നിന് കിട്ടാൻ പോകുന്നത്. പിന്നെ അതുകൂടാതെ നമ്മുടെ സ്കിന്ന് നല്ല തിളങ്ങണമെങ്കിൽ, അതായത് പ്രായം തോന്നിക്കാത്ത വിധം ഇരിക്കണമെങ്കിൽ നമ്മൾ ഉള്ളിലും കൂടെ കഴിക്കേണ്ടതുണ്ട്. അതായത് ധാരാളം വെള്ളം കുടിക്കണം. വെള്ളമെന്ന് വെച്ചാൽ ഒരു 15 ഗ്ലാസ് വെള്ളമെങ്കിലും ഏത് കാലാവസ്ഥയിലായാലും നമ്മൾ കുടിച്ചിരിക്കണം. പിന്നെ അതുകൂടാതെ ക്യാരറ്റ് സ്കിന്നിന് വളരെ നല്ലതാണ്. ഒരു ക്യാരറ്റ് നല്ലതുപോലെ ചൂടുവെള്ളത്തിൽ കഴുകി ചവച്ചരച്ച് കഴിക്കുന്നത് ഈ സ്കിന്നിന് വളരെ നല്ലതാണ്. ഡെയിലി ഒരെണ്ണം കഴിക്കുന്നത്. അങ്ങനെ ഉള്ളിലും കൂടി നമ്മൾ കഴിക്കണം. അങ്ങനെ പൂഞ്ഞ് തോരൻ റെഡിയായി. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിച്ചപ്പോൾ. എനിക്ക് മാത്രം മതിയല്ലോ, ഒന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് കുറച്ച് പുളിശ്ശേരില്ല ഉണ്ടാക്കിയതാണ്. ഇനി കടുക് താളിച്ചിട്ട് തൈര് ഒഴിക്കണം. ചിലപ്പോൾ സ്കൂളിൽ നിന്ന് വന്ന് ചോറ് കഴിക്കും. അവന് പുളിശ്ശേരിയും മുട്ടയും മാത്രം മതി. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. ചിലപ്പോഴേ കഴിക്കും, ചിലപ്പോൾ ദോശ മതി എന്ന് പറയും. എന്നിട്ട് അത് വെക്കണം. ഇത് എൻ്റെ ഒരു ഫ്രണ്ട്, ഡൽഹി സ്വദേശിയാണ്, കൊണ്ടുവന്ന് തന്ന മാങ്ങ അച്ചാറാണ്. ഇത്രയല്ല, കൂടുതലുണ്ടായി തീരാറായി. അത് മാങ്ങയാണ് കേട്ടോ. ഇത് പീസായിട്ട് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. ഇതിൽ കടുകെണ്ണയാണ് ഈ കാണുന്നത്. കടുകെണ്ണയിലാണ് അവർ പാചകം ചെയ്തത്. പിന്നെ ചില പൊടികളെല്ലാം ഉണ്ട്. അജ്വൻ പൊടി, അയമോദകം, എന്തൊക്കെയോ പൊടികൾ പറഞ്ഞു. ലാംഗ്വേജ് പ്രോബ്ലം ഉണ്ട് എനിക്ക്, അതുകൊണ്ട് ശരിക്കൊന്നും മനസ്സിലായില്ല.
തീർന്നു കേട്ടോ, കൂടുതലുണ്ടായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതും കൂടി എടുക്കാം ഉച്ചയ്ക്ക്. പിന്നെ ഒരു ചക്കക്കുരു മെഴുക്ക് പുരട്ടിയത് ഉണ്ട്. പിന്നെ ചോറ് റെഡിയാക്കി. ഇത് ഇന്നലത്തെ മീനാണ്, അതിനെ പറ്റിച്ചെടുക്കാം. ഞാൻ മാത്രമല്ലേ ഉള്ളൂ, എനിക്ക് മാത്രം നെത്തോലി, അതിനെ പറ്റിച്ചെടുക്കാം. ഇന്നത്തെ ജോലി ഇതോടുകൂടി ഞാൻ അവസാനിക്കുകയാണ്. നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇത്രയും സമയം എൻ്റെ വീഡിയോ കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷം. അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.